ഇതൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിഹരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വന്ന് കുറ്റപ്പെടുത്തിയിട്ട് പോയ മന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? മന്ത്രിമാരൊക്കെ രംഗത്തിറങ്ങുന്നത് ഇനിയിപ്പോൾ മുൻമന്ത്രിയായി. അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് കാലം മാറി, പശ്ചിമബംഗാളുകൾ മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റിക്ക് പുറത്തുള്ള ജനങ്ങൾക്ക് എങ്ങനെ സ്മാർട്ട് സിറ്റിയുടെ ബസ് പ്രയോജനം ചെയ്യുന്ന കരാറിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് ഒക്കെ വന്നതുകൊണ്ട് തൽക്കാലം ചർച്ച പെൻഡിങ്. എന്നിട്ട് ആരും വിചാരിക്കേണ്ട ചർച്ച അവസാനിപ്പിച്ചു. കരാറുകാർക്ക് 18 മാസം കൊണ്ട് കൊടുക്കാനുള്ള പണം കൊടുക്കാത്തതുകൊണ്ടല്ലേ കരാറുകാർ ജോലിക്ക് വരാത്തത്, വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ ജോലിക്ക് വരാത്തത്. ഏതെങ്കിലും ദിവസം തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുണ്ടോ? LDF-ന്റെയും UDF-ന്റെയും കൗൺസിലർമാർ ഉൾപ്പെടെ പ്രതിപക്ഷം എന്നുള്ളതിലേക്ക് അവരുടെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തന്നെ 4 മണ്ഡലങ്ങളിലുള്ളതിൽ 2 ഞങ്ങൾ ജയിച്ചില്ലേ? ഇപ്പോൾ അത് ജനങ്ങൾക്കുള്ള അംഗീകാരമില്ല, ജനങ്ങൾക്കൊന്നും അംഗീകാരമില്ലേ? ഒരു ബഹുമാനപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞു, കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ് കുടിവെള്ളം വിതരണം ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു. 3 മാസം കൊണ്ട് ഞങ്ങൾ നിർവഹിക്കുകയാണ്. മന്ത്രി പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസമല്ലേ? ഇക്കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് കേന്ദ്രമാക്കി തിരുവനന്തപുരത്ത് താമസിക്കുന്ന മന്ത്രി ഏതെങ്കിലും ദിവസം തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുണ്ടോ? ജനപ്രതിനിധികളെ വിളിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് വാട്ടർ അതോറിറ്റി ചെയ്തിട്ടുള്ളത് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? മന്ത്രി അവസാന ദിവസം കുറ്റപ്പെടുത്താനല്ലേ ഇറങ്ങി. ആ മന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? തിരുവനന്തപുരത്ത് ജീവിച്ചുകൊണ്ട്, തിരുവനന്തപുരത്തെ സൗകര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ പരാജയം കൊണ്ട് കുടിവെള്ളം കിട്ടാതിരുന്നപ്പോഴേക്കും ആ സമയത്തൊക്കെ തന്നെ ജനങ്ങളുടെ മുൻപിൽ വരാതെ ഇതൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിഹരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വന്ന് കുറ്റപ്പെടുത്തിയിട്ട് പോയ മന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതിന് കൂട്ടുന്ന മറ്റൊരു മന്ത്രിയുടെ അവസ്ഥ എന്താ? ഇതിനൊക്കെ കൂട്ടുന്ന ഒരു മുൻ മേയറുടെ അവസ്ഥ എന്താ? ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം പറയുകയല്ല. അപ്പോൾ ഇന്ന് വരെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇതിലപ്പുറം ചെയ്യുവാനുള്ള മെക്കാനിസം ഇല്ല. ഈ ജലസേചന വകുപ്പ് മന്ത്രി വിളിച്ച മീറ്റിംഗിലല്ലേ ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചിട്ട് നെയ്യാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുവരണമെന്നുള്ള സാധ്യത പരിശോധിക്കണമെന്ന് പറഞ്ഞത്? ആ ഉദ്യോഗസ്ഥരെ വിളിച്ച് നിർദ്ദേശം കൊടുക്കുവാനുള്ള അധികാരം കോർപ്പറേഷൻ ഉണ്ടോ? നെയ്യാർ ഡാമിൽ നിന്നും അരുവിക്കരയിലേക്ക് വെള്ളം കൊണ്ടുവരണം, കൂടുതൽ വെള്ളം കൊണ്ടുവരണം എന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം കോർപ്പറേഷൻ ഉണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള ഒരു മെഷീനറിയോ മെക്കാനിസമോ ഇല്ലല്ലോ. ഭൂമിക്കടിയിലൂടെ പോകുന്ന പൈപ്പ് പൊട്ടി വെള്ളം ലീക്ക് ചെയ്താൽ ആ ലീക്കേജ് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിടുവാനുള്ള മെക്കാനിസം ഞങ്ങൾക്കുണ്ടോ? സംസ്ഥാന സർക്കാർ, LDF സർക്കാർ കരാറുകാർക്ക് 18 മാസം കൊണ്ട് കൊടുക്കാനുള്ള പണം കൊടുക്കാത്തതുകൊണ്ടല്ലേ കരാറുകാർ ജോലിക്ക് വരാത്തത്, വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ ജോലിക്ക് വരാത്തത്. അതുകൊണ്ടല്ലേ ലീക്കേജ് കൃത്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കാത്തത്. ഇതൊക്കെ വസ്തുതയാണെന്നിരിക്കെ ഈ വസ്തുതകൾ അഡ്രസ് ചെയ്യുന്നതിന് പകരം BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കോർപ്പറേഷൻ ഭരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിരന്തരം മന്ത്രിമാരും മുൻ മേയറും MLA-മാരും ഒക്കെ തന്നെ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുവാൻ ഇറങ്ങിയത് ജനങ്ങൾ മുഖവിലേക്ക് എടുത്തില്ല എന്നും അവർക്ക് തക്കതായ മറുപടി കൊടുത്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ മറ്റൊരു വശം. അതുകൊണ്ട് എനിക്ക് വളരെ വിനയപുരസ്സരം ഇവരോടൊക്കെ സൂചിപ്പിക്കുവാനുള്ളത്, ഇവരൊക്കെ തന്നെ 45-50 വർഷം ഭരണ പരിചയമുള്ളവരാണ്. അപ്പോൾ ഒരു ഭരണസമിതിയെ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ 5 വർഷം അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥിതിക്ക് ഭരിക്കുവാനുള്ള അവസരം ഉണ്ട്. ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. തെറ്റായ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കരുത്. ഞങ്ങൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രവർത്തിക്കുക. ഇന്നിപ്പോൾ രാവിലെ നിങ്ങളിവിടെ വരുമ്പോഴേക്കും ഞാനൊരു 10 മിനിറ്റ് താമസിച്ചത് KSRTCയുടെ MD ഉൾപ്പെടെ മേയറുടെ റൂമിൽ മീറ്റിംഗിലിരിക്കുക. സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട 115 ബസ്സുകളുടെ കുറിച്ച് എഴുതി വെച്ചൊരു കരാർ ഇവിടെ ഉണ്ട്. ആ കരാർ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആ ചർച്ച ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ ആരംഭിച്ചതാണ് ആ ചർച്ച. എന്നിട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് ഒക്കെ വന്നതുകൊണ്ട് തൽക്കാലം ആ ചർച്ച പെൻഡിങ് എടുത്ത് എന്നിട്ട് ആരും വിചാരിക്കേണ്ട ആ ചർച്ച അവസാനിപ്പിച്ചു എന്ന്. ആ ചർച്ച അന്ന് കോഡ് ഓഫ് കോണ്ടാക്ട് വന്നുകൊണ്ട് പെൻഡിങ്ങിൽ വെച്ചതാ. ഇന്ന് രാവിലെ 10 മണി KSRTCയുടെ MD ഉൾപ്പെടെയുള്ള മീറ്റിംഗ് തൊട്ടപ്പുറത്ത് നടക്കുക. അവർ പോയിട്ടില്ല, മാധ്യമപ്രവർത്തനം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അവരെ വീണ്ടും കാണാമെന്ന് പറഞ്ഞു. സെക്രട്ടറി ചർച്ച കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് LDF-ന്റെ കോർപ്പറേഷൻ ഭരണസമിതി LDF-ന്റെ സംസ്ഥാന സർക്കാരും കൂടെ ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കരാർ. ആ കരാർ നമ്മൾ ചർച്ച ചെയ്യണം. തിരുവനന്തപുരം സിറ്റിക്ക് പുറത്തുള്ള ജനങ്ങൾക്ക് എങ്ങനെ സ്മാർട്ട് സിറ്റിയുടെ ബസ് പ്രയോജനം ചെയ്യുന്ന കരാറിൽ പറഞ്ഞിട്ടുണ്ട്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓടണം. തിരുവനന്തപുരം സിറ്റിക്ക് ഉള്ളിൽ ആ ബസ് എങ്ങനെയാണ് ഓടുന്നത്, അതിന്റെ ഡാറ്റ കോർപ്പറേഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ ബസ്സും എവിടെയാണ് എത്തുന്നത്, ഏത് സമയത്താണ്, എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നു, എപ്പോഴാണ് വർക്ക്ഷോപ്പിലാവുന്നത് എന്നുള്ള ഡേറ്റ നമ്മുടെ കോർപ്പറേഷന്റെ ഡാറ്റാ സെന്ററിൽ വരേണ്ടതായിട്ടുണ്ട്. അത് വരുന്നില്ല വർഷങ്ങളായിട്ട്. അക്കാര്യങ്ങൾ അറിയണം. റവന്യൂ ഷെയറിംഗ് മാത്രമല്ലല്ലോ, അതിൽ ഒരു ക്ലാസ് മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു നിമിഷം പോലും പാഴാക്കാതെ കഴിഞ്ഞ 3-4 മാസമായി കോർപ്പറേഷനിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
LDF-ന്റെയും UDF-ന്റെയും കൗൺസിലർമാർ ഉൾപ്പെടെ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അവർ അവരുടെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ അവർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ LDF-ന്റെയും UDF-ന്റെയും കൗൺസിലർമാരോട് കൂടി ചോദിച്ചു നോക്കൂ. കുടിവെള്ള പ്രശ്നം അവരുടെ വാർഡുകളിലുണ്ടെന്ന് കൗൺസിലർമാരെ അറിയിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ടാങ്കറിൽ സൗജന്യമായി വെള്ളം എത്തുകയാണ്. LDF-ന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒരാളുണ്ട്, സീനിയർ നേതാവാണ് CPM-ന്റെ. ആ ബഹുമാനപ്പെട്ട കൗൺസിലറുടെ വാർഡിലായിരുന്നു 60-65 തെരുവ് നായ്ക്കൾ ഒരു വീട്ടിൽ പാർപ്പിച്ചിരുന്നത്. 2021 LDF-ന്റെ ഭരണസമിതിയോട് തൊട്ടടുത്തുള്ള ആൾക്കാർ പരാതി പറഞ്ഞിരുന്നതാണ്. 2021 അതിനെ പിടിച്ച് മാറ്റിയിട്ടില്ല. ഈ ഭരണസമിതി വന്ന് ദിവസങ്ങൾക്കകം, ആ വിഷയം മാതൃഭൂമി ചാനലാണെന്ന് തോന്നുന്നു ആദ്യം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്, വന്ന് ദിവസങ്ങൾക്കകം ഞങ്ങളതിനെ ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ കൗൺസിലർമാരൊക്കെ തന്നെ, ജനപ്രതിനിധികളൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായം പറയുമ്പോഴും ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ അതിർത്തി രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവരെ ഉൾപ്പെടെ വഴിതെറ്റിച്ചുകൊണ്ട്, അവർ 5 വർഷം ജനങ്ങളുടെ പ്രവർത്തിക്കുന്നതിന് ഉൾപ്പെടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുൻ മേയർമാരും മന്ത്രിമാരും ഒക്കെ രംഗത്തിറങ്ങുന്നത്, ഇനിയിപ്പോൾ മുൻ മന്ത്രിയായി. അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് അവസാനിപ്പിച്ചിട്ട്, കാലം മാറി, പശ്ചിമ ബംഗാൾ പോലും മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മനസ്സ് മാറുവാനുള്ള തീരുമാനങ്ങൾ എടുക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിറന്ന പാറപ്പുറം ഉൾപ്പെടെ വരുന്ന സിഗ്നലുകൾ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. കാലത്തിന്റെ ചുവരെഴുത്തെന്നൊക്കെ പറയുന്നതില്ലേ, അത് മനസ്സിലാക്കി പെരുമാറണം. സ്റ്റേറ്റ് ക്യാപിറ്റലാണ്. ഈ പഴയ പിന്തിരിപ്പൻ നയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അവസരം സൂചിപ്പിക്കാറുള്ളത്. എന്തായാലും ഭരണസമിതിയുടെ കൃത്യമായ ദിശയ്ക്കാണെന്നുള്ള തിരുവനന്തപുരത്ത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. 4 കോർപ്പറേഷനിലെ 4 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിലും BJP നേതൃത്വത്തിലുള്ള മുന്നണിയെ വിജയിപ്പിച്ച ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സിറ്റിയിൽ വിജയിച്ചിരിക്കുന്ന 2 MLA-മാർ മുൻ കേന്ദ്രമന്ത്രിമാരാണ്. ആശയപരമായി ഭരണസമിതിയോടൊപ്പം നിൽക്കുന്നവരാണ്. തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ അനുഭവ സമ്പത്തുള്ളവരാണ്. മന്ത്രിമാരായിട്ടും വിജയിച്ച മന്ത്രിസഭയിലെ വിജയിച്ച മന്ത്രിമാർ. ഒന്ന് വിദേശകാര്യമന്ത്രി, അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മറ്റൊരാൾ IT മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഒക്കെ തന്നെ സേവനം, അനുഭവം, പരിചയസമ്പത്ത്, ഭരണരംഗത്തുള്ള പരിചയസമ്പന്നത ഒക്കെ തന്നെ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണസമിതിക്ക് ജനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി മാറും. തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അവതരിപ്പിക്കണം. പുതിയതായിട്ട് അധികാരത്തിലേറാൻ പോകുന്ന സംസ്ഥാന സർക്കാരുമായിട്ട് പരമാവധി വികസന കാര്യങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രിമാരുടെയും നഗരത്തിലെ 4 MLA-മാരുടെയും അതോടൊപ്പം തന്നെ കോവളം MLA-യുടെ 4 വാർഡ് ഇവിടെ വരുന്നുണ്ട്. അവരുടെ ഒക്കെ തന്നെ ഇടപെടലുകൾ, വളരെ ക്രിയാത്മകമായുള്ള ഇടപെടലുകൾ സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം മുന്നേറാൻ വേണ്ടി ഈ ഭരണസമിതി തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ 9 മണി മുതൽ തന്നെ മീറ്റിങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരോടും നന്ദി അർപ്പിക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടുള്ള പ്രവർത്തനപാട് ഇനി ഉണ്ടാകേണ്ടത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ജയിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. കാര്യങ്ങൾ പാർട്ടിയുടെ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി ഇപ്പൊ ഇന്നലെ ഞങ്ങളുടെ സ്വീകരണം, ജയിച്ചവരുടെ സ്വീകരണം മറ്റുള്ള മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ കാണാൻ കഴിയുമ്പോൾ രാത്രി 12 മണിയായി. അപ്പൊ ഇന്നൊക്കെ ബൂത്ത് തലത്തിൽ, വാർഡ് തലത്തിലൊക്കെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മണ്ഡലം കമ്മിറ്റിയുടെ ആദ്യം റിപ്പോർട്ട് വരട്ടെ. അതിനുശേഷം അല്ല, അതൊക്കെ ഇപ്പൊ കഴിഞ്ഞില്ലേ. പണിയെടുത്തൊരു അവസ്ഥ എന്തായി? പണിയെടുത്തെന്ന് പറഞ്ഞവരുടെ അവസ്ഥ എന്തായി? ഇപ്പൊ എന്താ കണ്ടേക്കുന്നത്? BJP-യുടെ ജനപ്രതിനിധികളൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് കേരളത്തിൽ മുഴുവൻ നന്നായിട്ട് പ്രവർത്തിച്ചതിന്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ അതൊക്കെ അന്നൊക്കെ മറുപടി പറഞ്ഞു. അതിലൊന്നും ഒരു കാര്യമില്ല. ജയിച്ചില്ലേ? 4 മണ്ഡലങ്ങളിലുള്ളതിൽ 2 ഞങ്ങൾ ജയിച്ചില്ലേ? അത് ജനങ്ങൾക്കുള്ള അംഗീകാരമില്ലേ? ജനങ്ങൾ തന്ന അംഗീകാരമില്ലേ? ജയിച്ചതിനെ കുറിച്ച് സംസാരിക്കും. ബാക്കിയുള്ള നമുക്ക് പിന്നെ ജയിക്കാം.